ദ ലേഡീസ് പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഡൊമിനിക് ആൻഡ് സോ എന്ന് പറഞ്ഞ് 10 പടം വേണമെങ്കിലും ഇറങ്ങാം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ വാട്സൺ ആയിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ഗോകുൽ സുരേഷാണ്. ഷെർലക് ഹോംസ് ഒബ്വിയസ്ലി മമ്മൂക്ക. ആ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് GVM ആണ്. ഗൗതം വാസുദേവ് മേനോൻ. ഒരുപാട് നാളായി പുള്ളിക്കാരന്റെ മറ്റേ ധ്രുവങ്ങൾ നക്ഷത്രം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും വരൂല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും അത് വരട്ടെ. പുള്ളിയുടെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി എന്താ പറയുക, എല്ലാ പടങ്ങളൊന്നും അല്ലെങ്കിലും പുള്ളിയുടെ ചില സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേളയുടെ പോലത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ഒരു ഭയങ്കര ഫാസ്റ്റ് പേസിലൊക്കെ പോകുന്ന ഒരു വേറെ ലെവൽ ഒരു സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് നിരാശയായിരിക്കും. വളരെ സിമ്പിൾ ആൻഡ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീലുമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഇതിന്റെ ഒരു പേസിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതായത് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നിലോട്ട് കാണിച്ചു തന്ന് നമുക്ക് ക്ലൂസ് ഒക്കെ തന്ന് പുള്ളിയും ക്ലൂ ഫൈൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നല്ലൊരു കൺക്ലൂഷനിൽ കൊണ്ട് നിർത്തുന്ന ഒരു നല്ലൊരു സിനിമ. ഇതിനെ ഞാനൊരു കിട്ടിലും ഔട്ട് ഓഫ് ദ വേൾഡ് വാവ് ട്വിസ്റ്റ് വേറെ ലെവല് മറ്റേ അമ്മാതിരിയൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ റിയാലിറ്റിയിൽ നിന്ന് എടുത്ത ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഞാൻ പറയാം. അതാണ് ഫൈറ്റ് സീക്വൻസ് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു പതുക്കെ കൈപിടി നമ്മൾ അടികൂടുമ്പോൾ എങ്ങനെയാണ്, അതുപോലെയൊക്കെ തന്നെ പുള്ളി അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു പോലീസ് ഓഫീസറാണ്, എക്സ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളി നോസ് ഹൗ ടു ഡു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്. മനസ്സിലായില്ല, ഒരു 5-6 പേര് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാവുന്ന രീതിയിൽ ആ ഒരാൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും. അതുപോലെ അല്ല നമുക്കൊരിക്കലും റിയൽ ലൈഫിൽ റോക്കി ബായ പോലെ ഒന്നും പറ്റില്ല. അപ്പോൾ ആ ലെവലിലുള്ള ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് നമുക്കിവിടെ ഗൗതം വാസുദേവ് മേനോനാണ് സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്. നീരജ് രാജന്റെ സ്ക്രിപ്റ്റ് സൂരജ് രാജന്റെയും സ്ക്രിപ്റ്റാണ്. ആൻഡ് വി ഹാവ് മ്യൂസിക്. കേട്ടോ, മ്യൂസിക് ഒരു പുതിയ ആളാണ്, ദർബൂക്ക ശിവ. ഏതോ തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടനാണെന്ന് തോന്നുന്നുണ്ട്, ദർബൂക്ക ശിവ. പുള്ളിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ചില പാട്ടുകളൊക്കെ നൈസാണ്. ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അത് ചില സമയത്തൊക്കെ നമുക്ക് ഈ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പാട്ട് വേണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള, അത് ഗൗതം മേനോന്റെ ഒരു ടിപ്പിക്കൽ സാധനമാണല്ലേ. അപ്പൊ അതേപോലത്തെ സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. ക്ലൈമാക്സിൽ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, കിടിലമാണ്. ഇതിൽ ഒരു ഡാൻസറിന്റെ ഒരു സാധനം കൂടെ, ദാറ്റ് വാസ് സൂപ്പർ. ആ സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രഫി ബൈ വിഷ്ണു ആർ ദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആന്റണി. ഞാൻ എല്ലാം പുതിയ, എനിക്കാണ് പുള്ളിക്കാരൻ്റെ ഏതോ പുതിയ കമ്പനി ടീംസ് ആണ് തോന്നുന്നത് ചെയ്തേക്കുന്നത്. ആർട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന അരുൺ ജോസ് ആണ്. ആ പുള്ളിക്കാരൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുക അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ശ്രീകുമാർ BE, ജോബിൻ ജയൻ, M കാർത്തികേയൻ, ശരത് കുമാർ മരിപ്പൻ, കൃഷ്ണമോഹൻ, തപസ് നായക്, തപസ് റെക്കോർഡ്സ്. അതിപ്പോൾ തപസ് റെക്കോർഡ്സ് ആണ് സിംഗ് സൗണ്ട് ചെയ്തേക്കുന്നത്. ഇത് സിംഗ് സൗണ്ട് ആണ് ഈ പറഞ്ഞ് ചെയ്തേക്കുന്നത്. മറ്റേ അതായത് സെറ്റിൽ തന്നെ ഇത് ആംബിയൻസ് സൗണ്ട് ഒക്കെ വെച്ചിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയാണ്. എന്താണെങ്കിലും സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് എനിക്കാണ് നമ്മുടെ കലൈ കിങ്സ്റ്റൺ ഒക്കെയാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. സന്തോഷ്, സുപ്രീം സുന്ദർ 3 പേരും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഭയങ്കര, നിങ്ങൾ ഇവരെയൊക്കെ പേര് കേൾക്കുമ്പോൾ മറ്റേ അയ്യോ മാർക്കോ ലെവല് മറ്റേ കോറിഡോർ ഫൈറ്റ് അതൊന്നുമല്ല, വളരെ സിമ്പിൾ ഫൈറ്റ്, സിമ്പിൾ കുറച്ച് ഹ്യൂമേഴ്സ്, ഇതിൽ മറ്റേ പാസ്വേഡ് ക്രാക്ക് ഒക്കെ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അത് നൈസ് ആയിരുന്നത്. അതാണ് നമുക്ക് അവരെയൊക്കെ തന്നെ പടങ്ങളെയും ഒക്കെ നല്ല രസമായിട്ട് സിനിമ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോകുൽ സുരേഷ് ഗംഭീരമായിരുന്നു. മമ്മൂക്ക, അതേപോലെ നമ്മുടെ സിദ്ദീഖ ചെറിയൊരു സീൻ ചെയ്യുന്നുണ്ട്. ഇതിലൊരു 1 ഷോട്ട് സീനുണ്ട്, സിദ്ദീഖ മമ്മൂക്ക വേറൊരു ആക്ട്രസും. ആ ഒരു സീൻ മമ്മൂക്കായി സിദ്ദീഖും ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈഡ് ഫ്രെയിമിൽ ആ ഒരു സാധനം രസമായിട്ട് തോന്നുന്നത്. അതിന് പിന്നെ വഫ ഖദീജ ഉണ്ട്, വിനീതുണ്ട്, പഴയ നമ്മുടെ വിനീത് നല്ല കിഡിലായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൊരു കിട്ടുന്ന സീനുണ്ട്, ഒരു ഇന്റർവെക്കേഷൻ സീനൊക്കെ. ലെനയുണ്ട്, വിജയബാബു ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഒരു മിന്നായം പോലെ വന്ന് പോകുന്ന ഒരു ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഒരു പുതിയൊരു നടി, ഐ തിങ്ക് ഷീസ് ഓൾസോ ഫ്രം തമിഴ്നാട്, പുള്ളിക്കാരി അടിപൊളി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സിംപ്ലിഫൈ ആയിട്ട് പറയാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒരു പടമാണ്. ഐ തിങ്ക് ഒരു സെക്കൻഡ് ഹാഫിന്റെ അതായത് ഒരു ഇന്റർവേഷൻ സീനുണ്ട്. ആ സീൻ തൊട്ട് പിന്നെ പടം ഒരു ഫാസ്റ്റ് പേസിലോട്ട് അങ്ങ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അതാണ് പറയാം, വളരെ ഇങ്ങനെയാണ് പടം പോകുന്നത്. ഗ്രാഫ് എനിക്ക് സത്യം പറഞ്ഞാൽ ഐ റിയലി എൻജോയ് ദിസ് മൂവി. ബട്ട് ട്രസ്റ്റ് മീ, ഡോണ്ട് എക്സ്പെക്ട് 5-ാം പാതിര ഏതോ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. രേഖാചിത്രം എന്തായിരുന്നു? രേഖാചിത്രം നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഒന്നുമല്ല, അതൊരു 5-ാം പാതിരയാണ് പ്രതീക്ഷിക്കുന്നത്. ആരാണ് 5-ാം പാതിര രേഖാചിത്രത്തിൽ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും 5-ാം പാതിര എടുത്ത് തലയിൽ വെക്കരുത്. അത് അങ്ങനത്തെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പടമാണ്. ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ല. ദിസ് ഇസ് എ പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ മൂവി. അല്ലെ, നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയ ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണെങ്കിലും ഐ ലവ് ദ മൂവി, ഇറ്റ് വാസ് വെരി നൈസ്. മമ്മൂക്ക യെറ്റ് അഗൈൻസ്റ്റ് ചൂസ് ദ കിടിലം സ്ക്രിപ്റ്റ്. ഇനി വരട്ടെ അടുത്ത വിനായകൻ നടനും മമ്മൂക്ക വില്ലനും. ആ പടമൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇനി. സോ ഹാപ്പി മാൻ. നമ്മളുടെ സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കും, നമ്മളുടെ യങ് ആക്ടേഴ്സിന് തന്നെ പുള്ളി ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അതായത് ബാക്കിയുള്ള എല്ലാവരും എന്റെ ഇമേജ് തകരും, എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ പറ്റില്ല, ഇതിനൊരു ത്രില്ലില്ല എന്നൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ എടുത്ത് വില കളയുന്നിടത്ത് മമ്മൂക്കായ പോലെ ഒരാള് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈവൻ ദ യങ് ആക്ടേഴ്സ് വിൽ ബി ലൈക്ക് പുള്ളി ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാനും ചെയ്യും, ഞാനും എക്സ്പെരിമെന്റ് ചെയ്യും എന്നൊരു സാധനം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്യുന്നതാണല്ലോ മമ്മൂക്ക. അഗൈൻ
ബിഗ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട്, ഒന്നും പറയാനില്ല. കീപ് പൊളിക്കലിംഗ് ബ്രോ, കീപ് പൊളിക്കലിംഗ്. സോറി ബ്രോ എന്ന് ആൻഡ് ദിസ് ഇസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ ഗൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പറയാം, താഴെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.